ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരോത്സവത്തിന് സമാപനമായി. ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും പൂരം കുളിപ്പിക്കുന്ന ഭക്തിനിർഭരമായ ആറാട്ട് ചടങ്ങുകളിൽ ഭക്തജനങ്ങൾ തടിച്ചുകൂടി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. ദേശാധിപതികളായ ദേവീദേവന്മാർ പൂരം കുളിച്ച് മാടം കയറുന്നതോടെയാണ് വടക്കൻ കേരളത്തിലെ പൂരോത്സവത്തിന് സമാപനമാകുന്നത്. വാദ്യഘോഷങ്ങളും പരിവാരങ്ങളുമായാണ് ദേവീദേവന്മാരെയും തിരുവായുധങ്ങളെയും ആറാട്ടിന് ആനയിക്കുക. ചെറുവത്തൂർ കുട്ടമത്ത് ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമാണ്. പൂരക്കളിപ്പന്തലിൽ പൂരമാല കളിച്ച് തീരുന്നതോടെ ദേവിയുടെ പ്രതിപുരുഷന്മാർ പള്ളിയറകളിൽ നിന്നും പരിവാര സമേതം സമീപത്തെ കാവിലേക്കെത്തും. ആലും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ കാവിനകത്തെ കിണറിലേക്ക് ചാടിയുള്ള ഇവിടുത്തെ നീരണിയിൽ അപൂർവമായ ചടങ്ങാണ്. ആദ്യം കുടക്കാരനും പിന്നീട് തിരുവായുധവും വെളിച്ചപ്പാടലുമാണ് നീരണിയുക. ഇതിനുശേഷം തിരുവായുധങ്ങളും പ്രഭാവലയവും പീഠവും ആടയാഭരണങ്ങളും ഉൾപ്പെടെയുള്ളവയെ കുളിപ്പിച്ച് ദേവിയും പരിവാരങ്ങളും സങ്കേതത്തിലേക്ക് മടങ്ങിയെത്തും. വൈവിധ്യങ്ങളായ ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലെ പൂരംകുളിയെങ്കിലും പൂവിട്ടു പൂജിച്ച കാമനെ വൈകുന്നേരം യാത്രയാക്കുന്നതോടെയാണ് വീടുകളിലെയും തറവാടുകളിലെയും പൂരോത്സവത്തിന് സമാപനമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.